പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ സാബത്ത് ദിനം വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ദിനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളൊന്ന് നമ്മളുടെ കുർബാനയിൽ, പരിശുദ്ധ കുർബാനയിൽ അച്ഛൻ പറഞ്ഞ മെസ്സേജ് എന്താണെന്ന് നിങ്ങളൊന്ന് കുറിച്ചാൽ നന്നായിരിക്കും. എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എന്താണോ അച്ഛൻ പറഞ്ഞത് ആ രീതിയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ബൈബിൾ കലണ്ടർ എടുക്കുക, എന്നിട്ട് അതൊന്ന് വായിക്കുക. എന്നിട്ടൊന്ന് ആലോചിക്കുക അച്ഛൻ എന്താ പറഞ്ഞത് എന്ന്. കാരണം ഇന്ന് കുറേ മക്കൾ ശരിക്കും വികാരിച്ചൻ പറയുന്ന, അല്ലെങ്കിൽ ഞായറാഴ്ച ബലിയർപ്പണത്തിൻ്റെ സമയത്ത് പറയുന്ന വചന ശുശ്രൂഷകൾ ശ്രദ്ധിക്കുന്നില്ല. തോന്നിയത് ചിന്തിച്ചിരിക്കുക. ആകെ കൂടിയൊരു ചിന്തയുള്ളൂ, ദൈവമേ എപ്പോഴാണാവോ അച്ഛൻ ഇത് നിർത്തുന്നത്, എപ്പോഴാണാവോ അച്ഛൻ നിർത്തുന്നത്. അത് നമ്മളുടെ തന്നെ അഭിഷേകം നഷ്ടപ്പെടും. നമ്മുടെ കുടുംബത്തിൽ വചനത്തിൻ്റെ പ്രകാശം ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിതം അന്ധകാരത്തിലാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഈ ഹോംവർക്ക്, എന്ത് ഹോംവർക്കാണ് ഇന്ന് അച്ഛനെ ഏത് ബൈബിളിലെ ഏത് സുവിശേഷമാണ് വായിച്ചത്, ഏത് ടെക്സ്റ്റാണ് വായിച്ചതെന്ന് അറിഞ്ഞാൽ പകുതി രക്ഷപ്പെട്ടു. പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു 60 മാർക്ക് കിട്ടി. ഇത് രണ്ടും ഓർമ്മയില്ലെങ്കിൽ കാര്യം വലിയ അവതാളത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ബാറൂക്ക് പ്രവചനം 4:28. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വചനമാണ്. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടത്തെ തേടുവിൻ. അപ്പോൾ ദൈവം, നമ്മൾ പ്രിയ സഹോദരങ്ങളെ, ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലുമൊക്കെ തടക്കദോഷങ്ങളും പാപവും വെറുപ്പ്, വൈരാഗ്യം, അശുദ്ധി, മ്ലേച്ഛത, ആത്മീയ ജീവിതത്തിലെ മരവിപ്പ്, അങ്ങനെയൊക്കെ ഒരു പാപത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, എന്നാൽ ശരി, വേണം കുറച്ച് കർത്താവിലേക്ക് തിരിയുക. അങ്ങനെയല്ല, 10 ഇരട്ടി തീക്ഷ്ണതയോടെ അല്ല എങ്കിൽ നമ്മൾ വീണുപോകും. വീണ്ടും നമ്മൾ പഴയ പാപത്തിലേക്ക് തന്നെ വീണു പോകും. 10 ഇരട്ടി, അതായത് ദൈവത്തിൽ നിന്ന് അകലം കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെയാണ്. അപ്പോൾ അലസതയാണെങ്കിൽ 10 ഇരട്ടി തീക്ഷ്ണതയോടെയാണ്. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്ന പലരും പറയാറുണ്ട്, അവരച്ഛാ ഞങ്ങൾക്കൊരു കുറച്ച് ദിവസം മുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരാൻ പറ്റില്ല അച്ഛാ പറയും. അല്ല, വ്യാഴാഴ്ച ശുശ്രൂഷയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. കുറച്ച് പേര് വന്ന് ഒരു 1-2 ആഴ്ചകൾ മുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരാൻ പറ്റില്ല. അത് എല്ലാ കാര്യത്തിലും പിന്നെ അത്, അതായത് ബലിയർപ്പണത്തിൽ ബാധിക്കും. ബലിയർപ്പണത്തിൽ പോയാൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതങ്ങനെയാണ് സഹോദരങ്ങളെ. യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് തീക്ഷ്ണത പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വചന അഭിഷേകമായി ഞങ്ങളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.